ഞാനൊരു തെറ്റ് തിരുത്താനാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു. അതായത് ഡൽഹി നായരെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, ഒരു കേരളീയനാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് എന്താ പറഞ്ഞു, ഒരു ഡൽഹി നായരിൽ നിന്ന് നല്ലൊരു തറവാടി നായരിലേക്കുള്ളൊരു മാറ്റമാണോ നടന്നത് കഴിഞ്ഞ 15-16 വർഷം കൊണ്ട്? അതെ, അതിൻ്റെ ഗുണം അങ്ങനെ കിട്ടിക്കോട്ടെ. ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ മാറിപ്പോയി. പവർ അവിടെ കണ്ടു. അല്ല, അത് സത്യമാണ്. അത് ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ആരുണ്ട്? അതുകൊണ്ട് എനിക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമല്ല കേട്ടോ. ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നതിന് സമ്മതിക്കാനും പിന്നെ എന്താ ചെയ്യാൻ? അധോഗതി എന്നല്ലാതെ വല്ലതും പറയാനുണ്ട്. അന്ന് ഡൽഹി നായരെന്ന് വിളിക്കാനുണ്ടായ സാഹചര്യം എന്തുകൊണ്ടാണ്? എനിക്ക് അതായത് തിരുവനന്തപുരത്ത് അന്ന് മത്സരിച്ചല്ലോ. മത്സരിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് പിന്നെ കോൺഗ്രസ്സുകാർ തന്നെ ആയിട്ട് എൻ്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു. പുള്ളിക്ക് കോൺഗ്രസ് പോലും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മളത് പറഞ്ഞ് ഡൽഹി നായർ എന്നാണ് പറഞ്ഞത്. അല്ലല്ല 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 ഞാൻ അത് അതെ അതെ ഞാനങ്ങനെ തന്നെ പറഞ്ഞതാണ്. അല്ലാതെ ആരും പറഞ്ഞ് പറയിപ്പിച്ചൊന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ പറയുന്ന ആളൊന്നുമല്ല. നല്ല കളിയായി. അഭിലാഷിനറിയാം ഇത് മുറ്റു സാധനമാണ്. ശശി തരൂരിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഈ NSS എപ്പോഴൊക്കെ ഈ കോൺഗ്രസ്സിൽ ഏതെങ്കിലും ഒരു നേതാവിനെ ആശീർവദിക്കുകയോ ഒരു നല്ല വാക്ക് പറയുകയോ ചെയ്യുമ്പോൾ അത് അവർക്ക് ഭയങ്കര ദോഷമായിട്ട് വരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല 2 ദിവസം കഴിഞ്ഞപ്പോൾ തലയെ കൈവച്ച് NSSുമായിട്ടുള്ള ബന്ധം അങ്ങനെയല്ല എന്ന് പറഞ്ഞു. VD സതീശൻ, ഇപ്പം ശശി തരൂർ. ഇപ്പം ശശി തരൂരിനെ അങ്ങ് വിശ്വപൗരനെന്ന് പറഞ്ഞു. പക്ഷേ അതിന് പുറത്ത് ഒരു ഭാഗം ആൾക്കാർ പറയുന്നത് ശശി തരൂർ വിശ്വപൗരനിൽ നിന്ന് ഒരു വെറും ജാതി സംഘടനയുടെ നേതാവായിട്ട് പ്രതിനിധിയായി മാറി അതൊരു വില കുറഞ്ഞ തലത്തിലേക്ക് പോയി എന്നും പറയുന്നു. അല്ല, അത് ഇപ്പോൾ ഇതുകൊണ്ട് മനസ്സിലായില്ലേ, ഈ ജാതി രാഷ്ട്രീയം NSSനകത്തല്ല, പുറത്താണെന്നുള്ളത് വ്യക്തമായില്ലേ? പുറത്താണെന്നുള്ളത് വ്യക്തമായില്ലേ? NSSൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞതെന്നറിയാമോ? എന്നോട് പറഞ്ഞത് ഞങ്ങളൊരു നായരും മുഖ്യമന്ത്രിയാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. സാറി പോയി പറഞ്ഞ കാരണം പറഞ്ഞു പോയാൽ അവൻ്റെ അതോ മതി. എല്ലാവർക്കും ഉണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിക്കും എന്നല്ല, ഒരു എന്തോ ഒരു ഇതുണ്ട്. അത് നായരോടൊരു സുഖമില്ലാഴിയുണ്ട്. അതിൻ്റെ കാലിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഉള്ളതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു അസൂയ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പൂരിയോടില്ലാത്ത ദേഷ്യമാണ് നായരോട് കാണുന്നത്. അല്ല, നമ്പൂരിക്ക് അങ്ങനെ സംഘടിത ശക്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ NSSനെ ഇതുവരെല്ലാം ഇങ്ങനെ കാണുന്നത്. NSS അത്രയും കരുത്താർജിച്ച ഒരു പ്രസ്ഥാനമാണ്. NSS പറയുന്നിടത്ത് നായർ നിൽക്കും. അവിടെ ഇവിടെ ഈ ചില ആളുകൾ ഈ എന്താ പറയുന്നത്, ഒറ്റപ്പെട്ടവർ കാണും, പുഴുക്കുത്തുകൾ കാണും നായന്മാരുടെ കൂട്ടത്തിൽ. പക്ഷേ ബാക്കി നായരെല്ലാം പറയുന്നിടത്ത് നിൽക്കും. ഒരു സംശയമില്ല അതിനകത്ത്. അത് ഇവർക്കെല്ലാം അറിയാം. പിന്നെ എണ്ണത്തിൽ കുറഞ്ഞു പോയി നമ്മൾ, അതുകൊണ്ട് നമ്മളെ തള്ളി പറയാമല്ലോ. ഇപ്പം ഈഴവ സമുദായത്തിന് 24-27% ഉണ്ടെന്നല്ലോ. ഇതിനകത്ത് അവരുടെ കണക്കനുസരിച്ച് 12%. പക്ഷേ ഈ 12%-ൻ്റെ കൂടെ 12% കൂടെ ഉണ്ട് യഥാർത്ഥത്തിൽ. ഇവിടെ അല്ല, വെളിയിലാണ്. അവരാരും ഇങ്ങോട്ട് വരുന്നേ ഇല്ല. ഇത്തവണ ശശി തരൂരിനെയാണ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തെ ഇനോഗ്രേറ്റ് ചെയ്യാൻ വിളിക്കാനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു?
പ്രത്യേകിച്ച് ഈ പ്രത്യേക രാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാൾ വേണ്ടാന്ന് തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയത്തെ ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അപ്പം നോക്കിയപ്പോൾ പ്രത്യേകിച്ച് ഈ സമുദായത്തിൽപ്പെട്ട ഒരാളും ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. ഞങ്ങൾ സാധാരണ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരു നായർ, ഒരു ക്രിസ്ത്യൻ, ഒരു മുസ്ലിം അങ്ങനെയൊക്കെയാണ് എടുക്കാറ് പതിവ്. അപ്പോൾ അദ്ദേഹം ഒരു തറവാടി നായരാണെന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ കഴിവ്, അദ്ദേഹത്തിൻ്റെ ലോകപരിചയം, അത് ഇവിടെയുള്ള നമ്മുടെ ആളുകൾക്ക് പകർന്നു കിട്ടിയാൽ അത് ഗുണം ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ശശി തരൂർ ഒരു കോൺഗ്രസ് MP കൂടിയാണ്, ഒരു കൃത്യമായ രാഷ്ട്രീയം ഉള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സമദൂര സിദ്ധാന്തവും ഈ രാഷ്ട്രീയവുമായിട്ട് ഒരുമിച്ച് എങ്ങനെയാണ് പോവുക? അദ്ദേഹം കോൺഗ്രസ് MP ആണ്, അത് ശരിയാണ്. പക്ഷേ ഇത് കോൺഗ്രസ്സിൽ അതിനകത്തുള്ള ന്യൂനതകൾ ചൂണ്ടിക്കാണിക്കുകയും എല്ലാ ജനങ്ങളോടും ചേർന്ന് നിന്ന് അഭിപ്രായം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളിനെ ആ രീതിയിൽ കണ്ട കാര്യമില്ല. ഒരു കോമൺ മാനായിട്ട് കണ്ടാൽ മതി എന്നുള്ളതിനല്ല വിളിച്ചത്, കോൺഗ്രസ്സുകാരനായിട്ട് വിളിച്ചല്ല. ഈ ശശി തരൂരിനെ വിളിച്ചതിൽ ഈ മറ്റ് ചില കോൺഗ്രസ്സുകാരായിട്ടുള്ള നായർ സമുദായങ്ങൾക്ക് ഒരു കുശുമ്പ് കൊല്ലവും തോന്നിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം രമേശ് ചെന്നിത്തലൊക്കെ ഇവിടെ വന്നിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ പത്മസമാധിയിൽ ഇത് നടത്തിയതിന് ശേഷം മടങ്ങിപ്പോയി. അപ്പം അങ്ങനെ ശശി തരൂർ പറയുകയും ചെയ്തിരുന്നു, ഒരു കോൺഗ്രസ് ഈ ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്നുള്ള മന്നത്തിൻ്റെ ഒരു ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസൻസിലൂടെ വരാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളത് ശരിയാണ്. ചില ആളുകൾ, ചില ലീഡേഴ്സ്, അത് അവരുടെ അല്പത്തരം എന്ന് പറഞ്ഞാൽ മതി. തരൂർ പറഞ്ഞൊരു സെന്റൻസ്, ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് പറയുന്നത്, അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് ഈ മൂപ്പിലുള്ള കാലം മുതൽ അങ്ങനെ, മൂപ്പിലെന്ന് പറഞ്ഞാൽ മന്നത്ത് ആചാര്യനുള്ള കാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടത്. വാസ്തവമാണോ എന്ന് വെച്ചാൽ പല അനുഭവങ്ങളും കാണിക്കുന്നുണ്ടത്. ഇപ്പോൾ എല്ലാ വിഭാഗത്തിലും അതുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ വിലയിരുത്തിയിട്ടില്ല. നായരിലില്ല എന്ന് പറയാനൊക്കെയില്ല. ഈ കോൺഗ്രസ്സുകാരായ നായന്മാർക്കിടയിലാണോ കൂടുതൽ? അല്ല, അതിപ്പം ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരിക്കുന്നവരുടെ എണ്ണം നോക്കിയാൽ അറിയാൻ പാടില്ലേ. അല്ല, ആ ഒരു പ്രശ്നം, ഈ നായർക്ക് മറ്റു നായരെ കണ്ടുകൂടാന്നുള്ള ഒരു പ്രശ്നം, അത് കോൺഗ്രസ് പൊളിറ്റിക്സിനെ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്? ഇപ്പോൾ തരൂർ കുറച്ചുകൂടെ വ്യക്തമായി തന്നെ പറയുകയും ചെയ്തു, അത് കോൺഗ്രസിനെ ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. അത് ശശി തരൂർ പറഞ്ഞത് ശരിയാണെന്ന് അംഗീകരിക്കുന്നവരുടെ എണ്ണമായിരിക്കും കൂടുതൽ. തരൂർ ആരെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നത്? ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ. അല്ല, തരൂർ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ, തരൂരിന് ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ എന്ന് പറയുമ്പോൾ തരൂരിന്റെ മനസ്സിൽ ഏതെങ്കിലും ഒരു നായർ ഉണ്ടാവുമായിരിക്കുമല്ലോ. അത് തരൂർ തന്നെ. കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് VD സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ അത് അധികാരത്തിന് വേണ്ടിയിട്ട് സമുദായ നേതാക്കളുടെ തിണ്ണനിറങ്ങാൻ പോയില്ല. അതാണോ VD സതീശനെ വിളിക്കാതിരിക്കാൻ കാരണം? എനിക്ക് അതിൽ കൂടുതൽ ഫീൽ ചെയ്ത ഒരു സംഭവമുണ്ട്. അതുകൊണ്ട് ഞാനിതിന് വലിയ വില കൽപ്പിക്കുന്നില്ല. ഇത് കൂടാതെ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു, ഇരിക്കാൻ പറയുമ്പം കിടക്കരുതെന്ന് പറഞ്ഞു. ഇത്ര സംസ്കാരശൂന്യമായ ഒരു പദം സാധാരണ എവിടെ ആരാ ഉപയോഗിക്കാറുള്ളത്? അതാരും ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇരിക്കാൻ പറയുമ്പം കിടക്കരുതെന്ന് പറഞ്ഞാൽ ഒരു അശ്ലീലമാണ്. അതാണ് അവിടെ ഉപയോഗിച്ചത്. അതിലാണ് എനിക്ക് ആ മനുഷ്യനോടുള്ള വിരോധം.
മറ്റേത് പോട്ടെ വിമർശന ബുദ്ധിയ അങ്ങനെ പറഞ്ഞു എന്ന് ധരിക്കാം. വി ഡി സതീശൻ ഇത് പറയാനുള്ള ഒരു സാഹചര്യം, പ്രകോപനം എന്താണെന്നാണ് NSS കരുതുന്നത്? വി ഡി സതീശന് അത് പറയാൻ കാര്യം ജയിച്ചു എന്നുള്ളൊരു കാര്യമുണ്ടാകും. വി ഡി സതീശൻ ജയിച്ചു എന്നുള്ളൊരു കാര്യമുണ്ടാകും. കാര്യം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും ജയിക്കണ്ടേ അവിടെ? അത് വി ഡി സതീശൻ ആലോചിക്കേണ്ട കാര്യം. അദ്ദേഹം താങ്കളെ വന്ന് കണ്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ശരിയാണ്. എല്ലാ ഇലക്ഷന് മുന്നേ വന്ന് കാണാറുണ്ടോ? ഇല്ല, 2 പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുള്ളൂ വി ഡി സതീശൻ. അത് ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ കഴിഞ്ഞ ഇലക്ഷന് വന്ന് 1.5 മണിക്കൂർ നേരം സംസാരിച്ചു. ഈ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ മാറ്റി നിർത്തിയാൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ സതീശിൻ്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇവിടെ പ്രതിപക്ഷമുണ്ടോ? അതൊരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനെന്താ? എന്താണ് അങ്ങനെ പ്രതിപക്ഷം എന്ന് പറയുന്നത് രാഷ്ട്രീയമല്ലല്ലോ, ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമല്ലേ. അതുണ്ടോ ഇവിടെ എന്നെനിക്ക് ചോദിക്കരുത്. ഇപ്പം നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ സതീഷിനൊരു പരാജയമാണെന്ന് ഞാനതിപ്പോൾ അതിനെ പ്രതികരിക്കുന്നില്ല. കാരണം അവരെല്ലാം ഇപ്പോൾ ഒരു കൊമ്പിലിരിക്കുക. അപ്പോൾ പിന്നെ അതിനകത്തൊരു ഇതുണ്ടാക്കണ്ട ഞാനും വിചാരിച്ചിട്ട്. ഞങ്ങൾ SNDP ജനറൽ സെക്രട്ടറി കണ്ടത് അദ്ദേഹം പറഞ്ഞത് ഒരു നായർ ഈഴവ ഐക്യം നമ്മൾ ഒരു ഭയങ്കര ചർച്ചയായിരുന്ന സമയം പിന്നെ നമ്മൾ തമ്മിൽ വളരെ സൗഹൃദത്തിലായി. അപ്പോൾ പിന്നെ ചില ധാരണകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം കൊടുക്കണം എന്ന് NSS ജനറൽ സെക്രട്ടറി പറഞ്ഞതോടുകൂടിയാണ് അത് തെറ്റിയത് എന്നുള്ളത്. അത്രയും അടുത്ത് നിന്ന രമേശ് ചെന്നിത്തലയെ ഇപ്രാവശ്യം നമ്മൾ വിളിക്കാതിരിക്കാൻ എന്താണ്? അതാണല്ലോ NSSൻ്റെ മഹത്വം. ഈ വെള്ളാപ്പള്ളി പറഞ്ഞത് SNDP NSS ഐക്യം നടക്കാതെ പോയതിൻ്റെ കാര്യമല്ലേ. അതെ, ഈ സംവരണം എന്നൊരു കാര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഹിന്ദു ഐക്യം ഒന്ന് നടക്കാൻ പോകുന്നില്ല എന്ന് അക്കവിട്ട് ഞാൻ പറയാൻ നടക്കത്തില്ല. ഈ സംവരണത്തിലെ ഹിന്ദുവിലെ സംവരണ വിഭാഗവും ഹിന്ദുവിലെ സംവരണേതര വിഭാഗവും തമ്മിലുള്ള ഇഷ്യൂ തീരാതെ ഹിന്ദു ഐക്യം എന്നൊരു സംഗതി വെള്ളാപ്പള്ളി ആഗ്രഹിക്കുന്നവണ്ണം നടക്കുകയില്ല.